അമ്മായി, ഇനി ഞാൻ നിങ്ങളുടെ കൺവട്ടത്ത് പോലും വരാതെ നോക്കിക്കോളാം. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോ. അങ്ങനാണെങ്കിൽ നിനക്ക് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ, ബാക്കി ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതെ, ഇനി ഒരിക്കൽ കൂടെ നീ എന്നെ ഈ മുറ്റത്ത് വരുത്തിക്കരുത്. എല്ലാരോടും കൂടിയായി പറയുന്നത്. ഒന്ന് നിന്നേ. ആ വന്നിട്ട് പോയവരോടൊന്നും ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? ഇപ്പൊ എന്തായി? ഭാഗ്യത്തിന് വീട്ടിനകത്ത് കയറി തല്ലിയില്ല. അവര് തല്ലിയനെ. അമ്മാതിരി എന്തോ കൊനഷ്ട ഇവൾ ഒപ്പിച്ചേക്കുന്നത്. വെറുതെ അങ്ങനെ ഹേമകുമാരി തുള്ളിച്ചാടി അങ്ങ് വരുവോ? അവർക്കേ അത്രയ്ക്ക് ദണ്ണം ഉണ്ടായിട്ടുണ്ട്. എന്തോ നടി നീ അവരോട് ചെയ്തേ? അവരുടെ സ്വർണം മുട്ടിച്ചാ അതോ മുക്കുവണ്ടം കൊടുത്ത് പറ്റിച്ചാ? എന്തോ സ്വർണത്തിന്റെ ഇടപാടാ. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യ. നിങ്ങളുടെ സ്വർണം കക്കാൻ ഞാൻ വന്നില്ലല്ലോ. എന്താ ഒരു നെകളിപ്പ്. ഈ കുത്തിച്ചാട്ടം ഒന്നും അവര് വന്നപ്പോ ഞാൻ കണ്ടില്ലല്ലോടി. അവരെന്റെ അമ്മായി ആയിപ്പോയി. ഭയങ്കര. എന്നിട്ട് ആ ചിന്തയൊന്നും അവർക്കില്ലല്ലോ. മരുമോളോടുള്ള സ്നേഹം കാണിക്കാനായിരിക്കും കാര്യം നീന്തി ഇങ്ങറ്റം വരെ വന്നത്. തേനും പാലും ഇങ്ങനെ ഒഴുകുകയല്ലായിരുന്നോ വർത്താനത്തിലേ? എന്തൊരു മാന്യത, എന്താ ഒരു വാത്സല്യം. അതെ, അവരെന്റെ അമ്മാവന്റെ ഭാര്യയെ. എന്നെ വഴക്ക് പറയാനും ശിക്ഷിക്കാനും ഒക്കെ അവർക്ക് അവകാശമുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ. പിന്നെ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്നതൊന്നും ഞാൻ കാര്യാക്കാറില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുവോ? നിൽക്കുമായിരുന്നോന്ന് നിങ്ങളോടും കൂടിയാ. വാ ഇങ്ങോട്ട്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ടൊന്ന് വരാൻ. ഹേമ വേണ്ടാത്തൊക്കെ വിളിച്ചു പറഞ്ഞ് മോളെ നാണം കെടുത്തി കാണും. ഹലോ ബാലമാമ. അവള് വീട്ടിൽ വന്ന് മോളോട് വഴക്കിട്ടല്ലേ? സാരല്ല ബാലമാമ, വേറെ ആരും അല്ലല്ലോ, എന്റെ അമ്മായി തന്നെ അല്ലേ. ഒരമ്മായി, മനുഷ്യനെ നാണം കെടുത്താനായിട്ടൊരു അമ്മായി. ഞാൻ ആ താലിമാല നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അച്ചുചേച്ചി ഒന്ന് സഹായിച്ചേ. അതോ അവസാനം വന്നപ്പോ എന്റെ കുറ്റമായി. ഞാൻ കാരണല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആർക്കായാലും ദേഷ്യം വരില്ലേ? അതിന് നീ എന്ത് ചെയ്തു? ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ അവൾക്ക് വീട്ടിൽ വന്ന് നിന്നോട് വഴക്കിടേണ്ട കാര്യമുണ്ടോ? അത് വിട്ടുകള ബാലമാമ. അമ്മയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ദേഷ്യം തീരുന്നവരെ എന്തേലൊക്കെ വിളിച്ചു പറയും, പിന്നെ അതൊക്കെ നിർത്തിക്കോളും. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ മോൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് മോള് സങ്കടപ്പെടരുത്. എന്റെ കാര്യോർത്ത് ബാലമാമ വിഷമിക്കണ്ട. വന്ന് കേറി. വന്ന് കേറിയിട്ടുണ്ട്. ദേ ബാലമാമേ, ഇനി ഇതും പറഞ്ഞവിടെ വഴക്കുണ്ടാക്കല്ലേ. ഞാനായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ല മോളെ. അതെനിക്കറിയാം ബാലമാമ. അക്കാര്യം പറഞ്ഞ് അമ്മയോടൊരു അക്ഷരം മിണ്ടരുത്. എനിക്ക് വാക്ക് തരണം. ഇല്ല മോളെ, ഞാനൊന്നും മിണ്ടുന്നില്ല. എന്നാലേ നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി മോളെ. ബാല, നമ്മൾ രവി സാർ വന്നിരിക്കുന്നു. എന്തൊക്കെയായി കാര്യങ്ങള്? ജാതകമൊക്കെ നോക്കിയോ?10 പൊരുത്തോണ്ടെന്നാ ജോത്സ്യര് പറഞ്ഞത്.
ജാതകത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇയാൾ ആരാടി? ആ എനിക്കറിയില്ല. ഏതാണ്ട് കല്യാണാലോചനയാണല്ലോ. പൊരുത്തത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അരവിന്ദനായിരിക്കും. എന്റെ മാഷേ, ഒരുത്തം നോക്കലുണ്ട്. ഇത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. മൂത്തവൻ നിൽക്കുമ്പോ ആകാശന് കല്യാണം ആലോചിക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും കേട്ടാ തന്നെ എന്താ പറയാ? എടീ, അരവിന്ദനല്ലല്ലോ, ആകാശനാണല്ലോ കല്യാണം ആലോചിക്കുന്നേ. ഓ, ജാതകവും നോക്കി പൊരുത്തവും നോക്കി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. രവി, അരവിന്ദന്റെ കല്യാണം കഴിഞ്ഞ് നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അത് മതി. പക്ഷേ നമുക്കിതൊന്ന് ഉറപ്പിച്ചു വെച്ചൂടെ? അയ്യോ, എന്തിനാ ഉറപ്പിച്ചു വെച്ച് ചെയ്യിക്കുന്നേ? അങ്ങോട്ട് ചെന്ന് കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നേ. ആരാ ബാല? തന്റെ ഭാര്യയാണോ? അയ്യോ, വൈഫല്ല, രഹസ്യ ഭാര്യ. അല്ല, അതുകൊണ്ടാണല്ലോ കല്യാണം ഉറപ്പിച്ചു വെച്ച കാര്യമൊന്നും എന്നോട് പറയാതിരുന്നത് അല്ലേ? ഏമേ, നീ അകത്ത് പോ. എന്തിനാ അകത്തോട്ട് പോന്നേ? പുറത്തോട്ട് ഞാനങ്ങ് പോയേക്കാം. നിങ്ങൾക്ക് അച്ഛനും മോനും അതാണല്ലോ സൗകര്യം അല്ലേ? രവി, സോറിയടാ, നീ ഇപ്പൊ തൽക്കാലം ചെല്ല്. ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി, ഞാൻ ഇറങ്ങാം. ഗോവിന്ദ, രവി ചെന്ന് യാത്രയാക്ക്. ഇതെന്താട് ഇങ്ങനെയൊക്കെ? ഇച്ചിരി ദേഷ്യം കൊള്ളാണെന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ തീരും. അവനൊരു പാവ. അവൻ വലിയ ഹാപ്പിയായി ജീവിക്കാന്നാ ഞാൻ വിചാരിച്ചത്. അതൊക്കെ ഇപ്പൊ മാറും. ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാ. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓ, ഇത് കൊടുത്തേക്ക്. ശരി സാർ, പോയിട്ട് വരാം. പറഞ്ഞേക്കട്ടെ. നിനക്ക് സംസ്കാരം ഉണ്ടോടി? വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണോ പെരുമാറുന്നത്? എന്നെ നാണം കെടുത്താനാണ് നോക്കിയെങ്കിൽ ഇപ്പൊ നാണം കെട്ടത് നീയാ. കാരണം രവിക്ക് എന്നെ വർഷങ്ങളായിട്ട് അറിയാം. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അരവിന്ദനെ പെറ്റത് ഞാനാണെങ്കിൽ അവന്റെ കല്യാണക്കാരി നടത്താനും എനിക്കറിയാം. എനിക്കിവിടെ ആരുടെ സഹായമൊന്നും വേണ്ട. രമേശ് ഏട്ടാ, ഇതാ നിങ്ങളുടെ ഫോൺ കിടന്ന് അടിക്കുന്ന, വന്നെടുക്ക്. ഒരു അത്യാവശ്യ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ഇതാരാ? ഓ, മദറിലോ? ഹലോ അപ്പച്ചി. എടാ രമേശ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സാധിച്ചു തരുമോ? ഞാനൊരു ദുർബലനാണ്. എന്നെ കൊണ്ട് പറ്റുന്നത് അപ്പച്ചി പറയാവൂ. എന്തായാലും കാര്യം കേക്കട്ടെ. അരവിന്ദനൊരു പെണ്ണ് വേണം. സെറ്റപ്പ് ആക്കാം. ഞാനേ മരുമോൻ രമേശനാ, അല്ലാതെ ബ്രോക്കർ രമേശനല്ല. എടാ, നിന്നെ തന്നെയാ വിളിച്ചത്. ഇവിടെ നിന്റെ അമ്മായിയച്ഛനുണ്ടല്ലോ, ഇളയ മോന് തകൃതിയായിട്ട് കല്യാണം ആലോചിക്ക. അത് നടക്കുന്നതിന് മുമ്പ് അരവിന്ദ് മോന്റെ കല്യാണം നടന്നിരിക്കണം. നീ ഇവിടുള്ള സകല ബ്രോക്കർമാരെയും കണ്ട് ഈ കാര്യം പറയണം. ഇനിയിപ്പം നീ ബ്രോക്കർ ആയാലും യാതൊരു കുഴപ്പമില്ല.